സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ ജീവനക്കാർ നടത്തിവരുന്ന രാപ്പകൽ സമരം 7ാം ദിവസത്തിലേക്ക്. സർക്കാർ തങ്ങളെ വഞ്ചിച്ചുവെന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ ജീവനക്കാർ നടത്തിവന്ന രാപ്പകൽ സമരം ഈ മാസം 10ാം തീയതിയാണ് ആരംഭിച്ചത്. ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. വിവിധ ജില്ലകളിൽ നിന്നായി കൂടുതൽ പ്രവർത്തകരെ തലസ്ഥാനത്തെത്തിച്ച് പ്രതിരോധം ഘടിപ്പിക്കും. ആശാ ജീവനക്കാരുടെ ന്യായമായ ആവശ്യത്തിനുമേൽ കണ്ണടച്ച ആരോഗ്യവകുപ്പും സർക്കാരും തങ്ങളെ വഞ്ചിച്ചു എന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. സമരം തുടരുകയാണ്. രാപ്പകൽ സമരം ശക്തമായി തുടരുന്നു. കാരണം മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഒരു കാര്യത്തിൽ പോലും ഒരു തീരുമാനമായിട്ടില്ല. യാതൊന്നും ആലോചിക്കാതെയാണ് മന്ത്രിമാർ അവിടെ ഉദ്യോഗസ്ഥരോട് എത്തിയത്. ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഒരു തയ്യാറെടുപ്പും നടത്തിയിരുന്നില്ല. ഞങ്ങൾ 3 വർഷം മുമ്പാണ് ഈ ആശാ വർക്കർമാരെ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അതിപ്പോഴും ആലോചിക്കാമെന്ന് പറയുന്നേ ഉള്ളൂ. ആനുകൂല്യത്തെക്കുറിച്ച് വെക്കുന്നു, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുള്ളൂ. അങ്ങനെ വെറുതെ ആശമാരെ ഒന്നൊരു ചർച്ച നടത്തിയാൽ അവർ പിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ സമരം ശക്തമായി തുടരും. ഈ വഞ്ചനയ്ക്കെതിരെ ആശാ വർക്കർമാരെ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. വഞ്ചനയ്ക്കെതിരെയുള്ള ശക്തമായ സമരം തുടരും. ആശാ ജീവനക്കാരുടെ വേതനം കുടിശ്ശിക തീർത്ത് ഉടൻ നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡം പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ച സമരം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഈ വരുന്ന 20ാം തീയതി സംസ്ഥാന വ്യാപകമായി ആശാ ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധിക്കും. ജനം, തിരുവനന്തപുരം.